അപ്പോൾ ഇന്നലെ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 തീർന്നില്ല, 5 പിന്നെ 6. ഇത്രയും വലിയ ടിഫിൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് യെല്ലോ റൈസാണ്, മഞ്ഞച്ചോറ്, ഇച്ചിരി നാരങ്ങ ഇട്ടിട്ടുണ്ട്, അപ്പം ലെമൺ റൈസ് എന്ന് പറയാം. ഇത് സാലഡാണ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളിക്കൊക്കെ ഇട്ട്. തക്കാളിക്കില്ലെന്ന് തോന്നുന്നു, ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഇത് പാവയ്ക്ക തോരൻ, പപ്പടം ഇങ്ങനെ തന്നെ പുള്ളി ഇരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നത്. പപ്പടമുണ്ട്, അപ്പോൾ അത് ഗുരുവായൂർ പപ്പടമാണ്. അത് മാത്രമേ എയർ ഫ്രയറിൽ ഇടുമ്പോൾ ഇങ്ങനെ പുള്ളി വരുന്നുള്ളൂ കേട്ടോ, വേറെ പപ്പടങ്ങളൊന്നും പൊള്ളുന്നില്ല. ഇച്ചിരിയുടെ ബാക്കി വന്നതാണ് യെല്ലോ റൈസ്. അതിനകത്ത് ഇച്ചിരി പിക്കിളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെല്ലോ റൈസിന് പപ്പടവും പിക്കിളും കൊണ്ട് വേറെ ഒന്നും വേണ്ട. നാരായണൻ്റെ ടിഫിനാണ്. നാരായണൻ അവിടെ ഉണ്ട്, അതുവഴി നടക്കുന്നത് കാണാം. ബിസിയാണ് ഫോണിൽ ബിസി ആകുമ്പോൾ ആൾ അതിൽ ബിസി ആയിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് വെളിയിലൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ തീയൽ പോലത്തെ തേങ്ങ അരച്ച് വെച്ച കറിയാണ്. പുളിങ്കറി എന്നോ മറ്റോ പറഞ്ഞത്. അപ്പം തേങ്ങ അരച്ച് വെച്ച കറി. പപ്പടവും തൈരും പൊന്നിയരി ചോറും മാത്രമേ ഉള്ളൂ നാരായണന്. അപ്പോൾ പിന്നെ എന്തായാലും എൻ്റെയും കൂട്ടം ഷെയർ ചെയ്യും. അപ്പം ഇതിന് പപ്പടം എടുത്ത് പൊടിക്കാം. അതിന് ശേഷം നമുക്ക് പാവയ്ക്ക തോരൻ ചെറുതായി അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട്, അപ്പം കയ്പും കുറയും. പിന്നെ സാലഡ്, ക്യാരറ്റ്, ഉള്ളിയൊക്കെ ഇട്ടത്. പിന്നെ നാരണ്ട കറി, പുളിങ്കറി, ഇച്ചിരി പിക്കിളൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നല്ലൊരു റൈസാണ്. ഇപ്പം യെല്ലോ റൈസ് ആയതുകൊണ്ട് നമ്മുടെ കഴിച്ചു നോക്കാം. ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. നാരായണൻ എന്തായാലും കറികൾ കുറവായുണ്ട്. നാരായണൻ ഈ കറികളെല്ലാം ഇന്ന് എൻജോയ് ചെയ്യും. എന്തായാലും ആ കറി നല്ലതാണ്. നമ്മുടെ തീയൽ പോലൊക്കെ തന്നെ ഇരിക്കും. ഇച്ചിരി ലിക്വിഡാന്നേ ഉള്ളൂ.